ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിക്ക് ഉപരോധം ഏർപ്പെടുത്താനുള്ള പാകിസ്ഥാൻ ചൈന സംയുക്ത ശ്രമം തടഞ്ഞു. ഐക്യരാഷ്ട്രസഭയിൽ അമേരിക്കയും ഫ്രാൻസും യുകെയും പ്രമേയത്തെ എതിർത്തു. BLA അമേരിക്ക വിദേശ ഭീകരവാദ പട്ടികയിൽ ഒരു മാസം മുൻപ് ഉൾപ്പെടുത്തിയിരുന്നു. വിവരങ്ങളുമായി ആതിര സരസ്വത് നാഷണൽ ഡെസ്കിൽ നിന്ന് നമുക്കൊപ്പമുണ്ട്. ആതിര, നോക്കൂ, ബലൂചിസ്ഥാൻ പ്രവേശിക്ക് സ്വതന്ത്ര ബലൂചിസ്ഥാൻ വേണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി എന്നൊരു സംഘടന അവിടെ രൂപീകരിക്കപ്പെടുന്നത്. പാകിസ്ഥാനുമായി നിരന്തരമായ ഏറ്റുമുട്ടൽ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പാകിസ്ഥാൻ എടുക്കുന്ന അമേരിക്കൻ അനുകൂല നിലപാടുകൾ, പ്രത്യേകിച്ച് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നോബൽ സമ്മാനം നൽകണം എന്നുള്ള നിലപാടുകൾ ഉൾപ്പെടെ അവർ പരസ്യമായി വീണ്ടും ആവർത്തിക്കുന്നുണ്ട്. അസീം മുനീർ ട്രംപ് ബന്ധം ഏതു വിധത്തിലാണ് പുരോഗമിക്കുന്നത് എന്ന് നമുക്കറിയാം. ഇപ്പോൾ നടക്കുന്ന ഈ നീക്കത്തെ എങ്ങനെയാണ് എതിർത്തിട്ടുള്ളത്? ബിനിൽ, ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയെ തീവ്രവാദ സംഘടനയായി പ്രഖ്യാപിക്കണമെന്ന UN അവതരിപ്പിച്ച പ്രമേയമാണ്, പാകിസ്ഥാനും ചൈനയും സംയുക്തമായി അവതരിപ്പിച്ച പ്രമേയമാണ് ഇപ്പോൾ അമേരിക്ക ഉൾപ്പെടെ തടഞ്ഞിരിക്കുന്നത്. അമേരിക്ക, ഫ്രാൻസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളാണ് ഇതിനെതിരെ രംഗത്തെത്തിയിരിക്കുന്നത്. നേരത്തെ വിദേശ ഭീകരവാദ സംഘടനകളുടെ പട്ടികയിൽ അമേരിക്ക ഈ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയെ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. മജീദ് ബ്രിഗേഡിനെയും ഇത്തരത്തിൽ തീവ്രവാദ സംഘടനയായി പ്രഖ്യാപിക്കണമെന്ന പാകിസ്ഥാനും ചൈനയും ഒരു അവകാശവാദവും ഇന്ന് ഉയർത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ നിലവിൽ ഇവയെല്ലാം തടഞ്ഞിരിക്കുകയാണ്. തീവ്രവാദ സംഘടനയിൽ ലിസ്റ്റിൽപ്പെടുത്താൻ പറ്റിയ കാര്യങ്ങളൊന്നും ഇല്ല എന്നൊരു വാദമാണ് അമേരിക്ക ഉൾപ്പെടെ മുന്നോട്ട് വയ്ക്കുന്നത്. ഈ ഒരു മാസത്തിന് മുമ്പാണ് ഇത്തരത്തിൽ അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഒരു നീക്കം ഉണ്ടായത് എന്നുള്ളതാണ് ഈ വിഷയത്തിൽ ശ്രദ്ധേയം. ബിനിൽ, ശരി, ഓക്കെ. അമേരിക്കയുടെ നീക്കം ഒരു മാസം മുൻപുണ്ടായി. എന്തായാലും ആ നീക്കം തടയപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ആതിര സരസ്വതാണ് വിവരങ്ങൾ നൽകിയത്.